ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് രാത്രി കാലങ്ങളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാമാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു പേഴ്സന്റെ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ അവരുടെ ഒരു ലൈഫിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു പോകാത്ത ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ അപ്സെറ്റ് ആക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഈ ഒരു പേഴ്സന്റെ ഒരു ബേസിക് നേച്ചറായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആണ്, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില സീക്രട്സ് ഒക്കെ ഇവര് മറച്ചു പിടിക്കുന്നുണ്ട്, ഈ ഒരു പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പക്ഷെ നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം, എന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ട്. ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടും തുറന്നു പറയാത്തത് കൊണ്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം നിങ്ങൾക്കൊരു മുഖം തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലവർക്ക് വേണമെങ്കിൽ കുറച്ചൊരു ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു നോ കോണ്ടാക്ട് പീരീഡിലൊക്കെ ആയിരിക്കാം. ഈ ഒരു പേഴ്സണായിട്ട് മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീപ്പായിട്ട് ഒരു പിടി തരുന്നുണ്ടാവില്ല. കാരണം ഇവര് അത്രത്തോളം ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ നിൽക്കാത്തത് തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നതുമാണ്. അതായത് അവര് പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പിടി തരുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവര് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് പ്രസന്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു തണുപ്പൻ മട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷനും താല്പര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത്രയധികം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് വലിയ താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണറിനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഇവർക്ക് എക്സ്പ്രസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുമുണ്ടാകും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരറിയാത്ത എന്തെങ്കിലും ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരത് അറിഞ്ഞ് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരത് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ
നമുക്ക് മുഖം തിരിച്ചിരിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു അല്ലെങ്കിൽ ആൻസർ പറയാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പറയാനുണ്ടാവുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒരു കോംപ്ലിക്കേഷൻ ആകുമോ എന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ തുറന്നു പറയുന്ന ആ ഒരു അവസരം വഴി അവർക്ക് എന്നോടുള്ള ഒരു ട്രസ്റ്റ് പോയാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റീസൺസ് പലതാണെന്ന് ഉണ്ടെങ്കിലും നമ്മളൊരു ഒരു കള്ളം പറഞ്ഞ് അതിൻ്റെ മേലെ പല പല കള്ളത്തരങ്ങൾ പറയേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പലർക്കും വരാറുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് ഒരു ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ കുറച്ചൊരു മാനിപ്പുലേറ്റീവ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളോടും പല കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് പലപ്പോഴും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള കള്ളങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസക്കുറവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. അപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എത്ര വേണ്ടപ്പെട്ട വ്യക്തികളാണെങ്കിലും 1-2 തവണയൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാനായിട്ട് തോന്നില്ല. കാരണം കള്ളം പറഞ്ഞ ഒരു ശീലം അവിടെ കിടക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അപ്പം അതുപോലെയുള്ള ഒരു സ്വഭാവം വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഒന്ന് അപ്പോളജൈസ് ഒക്കെ ചെയ്ത് ക്ഷമയൊക്കെ ചോദിച്ച് വന്നാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്കുണ്ട്. പക്ഷെ തീർത്തും നിങ്ങളോടൊരു ക്ഷമ പറയുമെന്ന് നമുക്ക് പറയാനായിട്ടും സാധിക്കത്തില്ല. കാരണം ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്, ആൾക്കൊരു കുറ്റബോധമുള്ള എനർജി ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയണമോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ട് മിണ്ടാതിരിക്കുന്നത് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതുമാകാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ക്ഷമ ചോദിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമോ എന്നൊക്കെ ഒരു ആശങ്കയും ഇവർക്ക് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങളാണെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാരണം നിങ്ങളും കുറിച്ചൊരു ജാടിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണാറുണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ എത്രത്തോളം ഒരു വഴക്കും അടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ വന്ന് നമ്മളോടൊന്ന് സോറി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്നേഹത്തോടു കൂടി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എത്ര ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോകുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാൻ പോകുന്നു, ഇല്ല ഇനി ഒരു രക്ഷയുമില്ല, ഇനി ആൾ വന്നാൽ ഞാൻ സംസാരിക്കില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ ആ ഒരു ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ വന്ന് ഒരു സ്നേഹത്തോടു കൂടി 2 വാക്ക് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ മനസ്സുരുകിയിട്ട് നമ്മൾ ആ ഒരു പേഴ്സണിലേക്ക് പോകും. അല്ലെങ്കിൽ ആ വഴക്കും പിണക്കവും എല്ലാം മറക്കും. നമ്മൾ അവരോടുണ്ടായ ഒരു ദേഷ്യം പോലും ചിലപ്പോൾ പിന്നീട് ആ ഒരു സമയത്ത് മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടാൻ പറ്റാത്ത തരത്തിലായി പോകുന്ന ഒരാൾക്കാരുമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നമുക്കൊരു വ്യക്തമല്ല. നമ്മൾ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് തോട്ട്സ് ഒക്കെ ആണല്ലോ നോക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഒരു മറച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ചില കള്ളത്തരങ്ങൾ നിങ്ങൾ പൊക്കിയത് കൊണ്ടൊക്കെയാണ് ഇപ്പം മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് മുഖം തിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളതെങ്കിൽ പോലും ഒരുപാട് ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ വില്ലിംഗ് ആയിട്ട് ഈ ഒരു പേഴ്സണോട് മിണ്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് ചില കാര്യങ്ങൾ അറിയണം, അതറിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നൊരു കാര്യം അവർക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു എന്നൊരു രീതിയിൽ ഉള്ള എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു പേഴ്സണോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ ഉത്തരമാണോ കിട്ടേണ്ടത്, ആ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ വളരെ തുറന്നൊരു സംസാരം നടത്തണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ
ഇതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യത. ആ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കായിരിക്കാം ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചില രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ടുകളയാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഏത് രീതിയിലും കൂടെ നിർത്തണം നിങ്ങളെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ നൈറ്റ് ടൈം ആയിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്നതൊക്കെ ആ ഒരു ടൈമിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം ചെലവഴിച്ചിട്ടുള്ളതും നൈറ്റിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള അങ്ങനെയൊക്കെയുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ടൈമിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഒരു പേഴ്സണ് നിങ്ങളോടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഫിസിക്കലി എല്ലാം നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത്തരത്തിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു ഡിവൈൻ മസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്ന പോലെയുള്ള എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കലഹങ്ങളും ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരു പരിഭവമാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു മിക്സഡ് ആയിട്ട് എല്ലാം സ്നേഹവും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരാനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ സഹിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ ഇവരുടെ ചിലപ്പോൾ കുറിച്ച് കള്ളത്തരം പറയുന്ന ഒരു നേച്ചർ, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം, എന്ത് സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഒരു ടോളറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പേഴ്സണോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു പൊസസീവ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, അതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഈ നിങ്ങളുടെ ഒരു പേഴ്സണെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു സ്പേസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരില്ല. അത്രത്തോളം ഒരു മാച്ച് ചെയ്തിരിക്കുന്ന ഒരു എനർജീസ് ആണ്. എങ്കിലും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്ന ഒരു എനർജീസും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു റീസെൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് ആയിരിക്കാം, ബർത്ത്ഡേസ് ആയിരിക്കാം, ആനിവേഴ്സറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സെലിബ്രേഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകേണ്ട ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത് ഈ ഒരു പേഴ്സണ് ചിന്ത ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സെയിം ടൈമിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. അപ്പൊ അതെല്ലാം ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സെലിബ്രേഷൻ മൂഡ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലായി പോയത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പിണക്കത്തിൽ ഇരിക്കുന്നത് കൊണ്ടോ ഒക്കെ ഇത് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം മിസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഉണ്ടാവാം. ഇപ്പോൾ ഒരു സമയത്ത് വഴക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു രീതിയിലോ ചിലപ്പോൾ അവരുടെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വേണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറീസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്തിൽ ഈ ഒരു വ്യക്തി അതൊക്കെ എടുത്ത് നിങ്ങളെക്കുറിച്ച് അതിലൊക്കെ നോക്കി ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മെമ്മറീസ് വരുന്ന ഒരു ടൈം പീരീഡിൽ ഈ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ അത്രയധികം
നിങ്ങളുടെ ഒരു ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെയധികം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടീസോ അങ്ങനെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളത് കൊണ്ട് അവിടെയും ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസസ് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സ്വപ്നം കാണാം, അല്ലെങ്കിൽ അവർ കാണുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറിയിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധമുണ്ട് അവർക്ക്, അതുകൊണ്ട് തന്നെ ഒരു ക്ഷമ ചോദിക്കണമോ എന്നൊരു ചിന്ത അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് വേണോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു 100% നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് നിൽക്കരുത്. കാരണം മാനിപ്പുലേറ്റ് ആയിട്ട് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലായിരിക്കും ചിലപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് എല്ലാം അത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിണങ്ങിയിരിക്കുന്നവര് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പിണക്കവും കാര്യങ്ങളും ഒന്നും ഇവിടെ നമുക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും അത് മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു മാറ്റം വരുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു ഫീലിങ്സും അത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഇനി എന്താണെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. ഓക്കെ, വീണ്ടും നമുക്ക് ടുഡേ എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 2004 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1985 നമ്പർ 9, ടെക് നമ്പർ 36, വൈറ്റ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 35, 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണത്. 1992, ഒക്ടോബർ മന്ത്, നമ്പർ 31, 1997, 1986, 1998, white butterflies, social worker, number 22, number 13, cooking. അതുപോലെ സെപ്റ്റംബർ മന്ത്, 6 days എന്ന് പറയുന്ന പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത് കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, ലെറ്റർ എൽ, 1979, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് നമ്പർ 25. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.